ദൈവത്തെ പുകഴ്ത്താതെ ഇരിക്കുന്നവര് അന്ധകാരത്തിൽ ഇരിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ആരും അന്ധകാരത്തിൽ ഇരിക്കുന്നവരാകരുത്. സ്വർഗം നമ്മളെ ആരെയും നമ്മൾ അന്ധകാരത്തിൽ ഇരിക്കുന്നവരാണ്, നമ്മൾ പ്രകാശമില്ലാത്തവരാണ്, മൂഢരാണ് എന്ന് സ്വർഗം വിധിയിടാൻ നമ്മൾ ആരും അനുവദിക്കരുത്. അപ്പൊ ഇന്നത്തെ മെസ്സേജിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം വളരെയധികം ഗൗരവം അർഹിക്കുന്ന ഒരു വചനമാണ്. ഈ ഒരു വചനം നമ്മൾക്ക് ആദ്യം വായിക്കാം. റോമാലേഖനം 1-ാമത്തെ അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. എന്തെന്നാൽ അദൃശ്യ കാര്യങ്ങളും തന്റെ ശക്തിയും നിത്യമായ ദൈവത്വവും ലോകാരംഭം മുതൽ തന്നെ തന്റെ സൃഷ്ടികൾക്ക് ബുദ്ധിപരമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവർക്ക് ഒഴിവ് കഴിവിന് വകയില്ല. എന്തെന്നാൽ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തിന് യോഗ്യമായ വിധത്തിൽ അവർ തന്നെ സ്തുതിക്കുകയോ സ്തോത്രമർപ്പിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ചിന്തകളിൽ വ്യർത്ഥരായി തീർന്നു. വിവേകമില്ലാത്ത അവരുടെ ഹൃദയം അന്ധകാര വൃതമായി. തങ്ങൾ ജ്ഞാനികളാണെന്ന് സ്വയം വിചാരിച്ച് അവർ ഭോഷന്മാരായി തീർന്നു. അപ്പൊ ഈ ഒരു വചനത്തിൽ നമ്മൾ വായിച്ചു കാണുന്നത് പ്രധാനമായിട്ട് 3 കാര്യങ്ങളെ കുറിച്ചാണ്. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ലോകത്തിന്റെ ആരംഭം മുതൽ തന്റെ സൃഷ്ടികൾക്കായിട്ട് തന്റെ പ്രവർത്തനങ്ങളിൽ കൂടി ദൈവം തന്നെ കുറിച്ച് വെളിവാക്കി കൊടുത്തിരിക്കുന്നു. തന്റെ ശക്തിയെക്കുറിച്ചും തന്റെ ദൈവത്വത്തെക്കുറിച്ചും തന്നെക്കുറിച്ചുള്ള സ്വഭാവം താൻ എങ്ങനെയാണ് എന്നത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ആർക്കും ഒരു ഒഴിവ് കഴിവുമില്ല. എന്തിന് ഒഴിവ് കഴിവില്ല? ദൈവത്തെ അറിഞ്ഞില്ല, കണ്ടില്ല, മനസ്സിലാക്കിയില്ല എന്ന് പറയാനുള്ള ഒരു ഒഴിവ് കഴിവും ഇല്ല. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ചില മനുഷ്യര് വ്യർത്ഥമായ തന്റെ ചിന്തകൾ കൊണ്ട് അവര് ദൈവത്തെ അറിഞ്ഞിട്ടും അവന് യോഗ്യമായ പുകഴ്ചയോ സ്തോത്രമോ അർപ്പിക്കാതെ തങ്ങളുടെ ചിന്തകളിൽ അവര് വ്യർത്ഥരായി തീർന്നു. അങ്ങനെയുള്ളവര് മൂഢരും അന്ധകാരം ഉള്ളവരുമാണ് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ ദൈവത്തിന് യോഗ്യമായ തരത്തില് പുകഴ്ചയും മഹത്വവും നമ്മൾ കൊടുക്കാതിരുന്നാല് അങ്ങനെയുള്ളവർ അന്ധകാര വൃതരാണ്. ദൈവത്തെ അറിഞ്ഞിട്ടും നമ്മൾ പുകഴ്ത്താതെ ഇരിക്കുമ്പോൾ ദൈവത്തെ അറിയാത്തവർക്ക് സമമായിട്ട് തന്നെയാണ് നമ്മൾ തീരുന്നത്. വലിയ രീതിയിൽ ഒരു താക്കീത് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അവർക്ക് ഒരു ഒഴിവ് കഴിവും പറയാൻ ഇല്ല. അവർക്കെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവം എങ്ങനെയാണ് എന്നതോ ദൈവത്തെ അറിഞ്ഞില്ല എന്നോ ഒഴിവ് കഴിവ് പറഞ്ഞ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഒഴിവുകളാണ് നമ്മൾക്കൊക്കെ ഉള്ളത്. സമയം ഇല്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്താണ് ദൈവം തന്നിരിക്കുന്നത് എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള ഒഴിവ് കഴിവുകളും പറഞ്ഞ് പലതരത്തിലുള്ള ന്യായങ്ങളൊക്കെ നിരത്തി ദൈവത്തെ സ്തുതിക്കാതെ അവനെ പുകഴ്ത്താതെ നമ്മളൊക്കെ ഓരോ ദിവസവും തള്ളി നീക്കാറുണ്ടോ എന്നത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കാരണം അങ്ങനെയുള്ള മനുഷ്യര്, ദൈവത്തെ പുകഴ്ത്താതെ ഇരിക്കുന്നവര് അന്ധകാരത്തിൽ ഇരിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ആരും അന്ധകാരത്തിൽ ഇരിക്കുന്നവരാകരുത്. സ്വർഗം നമ്മളെ ആരെയും നമ്മൾ അന്ധകാരത്തിൽ ഇരിക്കുന്നവരാണ്, നമ്മൾ പ്രകാശമില്ലാത്തവരാണ്, മൂഢരാണ് എന്ന് സ്വർഗം വിധിയിടാൻ നമ്മൾ ആരും അനുവദിക്കരുത്. അപ്പൊ ഇത് വളരെയധികം നമ്മൾ ഗൗരവമായിട്ട് എടുത്ത് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതാണ്. ദൈവത്തെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യേണ്ടത്. ദൈവം തന്നെ എത്ര രീതിയിലാണ് തന്നെ കുറിച്ച് വെളിവാക്കി തന്നിരിക്കുന്നത്. തന്റെ വീര്യപ്രവർത്തികളെ കുറിച്ച്, തന്റെ മഹത്വത്തെക്കുറിച്ച്, മഹിമയെക്കുറിച്ച് നമ്മൾ പുറത്ത് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും ദൈവം ആരാണ്, തന്റെ സൃഷ്ടി എങ്ങനെയാണ് താൻ നിർവഹിച്ചത് എന്നത്. ഒരു മനുഷ്യനും മാറ്റാൻ പറ്റത്തില്ലാത്ത കാലങ്ങളെയും സമയങ്ങളെയും ഒക്കെ ദൈവം സ്ഥാപിച്ച്, അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചത്തിലെ പലതരത്തിലുള്ള കാര്യങ്ങളും ദൈവം സ്ഥാപിച്ച് നിർവഹിച്ചത് തനിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്നതാണ്. അപ്പൊ ഇതൊക്കെ തന്നെ കണ്ടാൽ മതിയാവും ദൈവം ആരാണ്, ദൈവത്തിന്റെ ആ ഒരു മഹത്വവും മേന്മയും ഒക്കെ നമുക്ക് മനസ്സിലാകാൻ. ആകാശം എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വചനമാണ്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ പ്രസിദ്ധമാക്കുന്നു, ആകാശവിധാനം അവന്റെ കരവേലയെ വർണ്ണിച്ച് കാണിക്കുന്നു. അപ്പൊ ആകാശവും ആകാശവിധാനവും പോലും ദൈവത്തിന്റെ മഹത്വത്തെ കാണിക്കുമ്പോൾ നമ്മൾ ഈ ജീവനുള്ള നമ്മൾ ദൈവത്തെ എത്രമാത്രം പ്രകീർത്തിക്കണം, മഹത്വീകരിക്കണം. അവൻ എത്രമാത്രം സ്തുതിയും പുകഴ്ചയും യോഗ്യമാണ് എന്നത് അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിക്കുന്ന മനുഷ്യരാകാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്.
സങ്കീർത്തനം 150 അധ്യായം 6 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കണം എന്നതാണ്. ജീവൻ ഉള്ളത് ഒക്കെയും, നമ്മൾക്കൊക്കെ ശ്വാസം ഉള്ളത് കൊണ്ട് അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്, അതൊരു കടമ തന്നെയാണ്. നമ്മൾക്ക് ശ്വാസം ഉള്ളപ്പോൾ, ശ്വാസം ഉള്ളത് കൊണ്ട് നമ്മുടെ ഓരോ സൃഷ്ടികളും ദൈവത്തെ പുകഴ്ത്തുക എന്നുള്ളത്. തപ്പുകൊണ്ടും കിന്നരം കൊണ്ടും യഹോവയെ സ്തുതിക്കുവാനാണ് നമ്മൾ സങ്കീർത്തനത്തിൽ ഉടനീളം ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്. ദൈവത്തെ പുകഴ്ത്താനും സ്തുതിക്കുവാനും നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നതാണ് നമ്മൾ സങ്കീർത്തനത്തിൽ ഉടനീളം കാണുന്നത്. പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് ദൈവത്തെ സ്തുതിക്കാൻ. ഇപ്പോൾ ദൈവത്തെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ വരുന്നതാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതാണ് എന്നുള്ളത്. എന്നാൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ സ്തുതിക്കുന്നത് എന്തിനാണെന്നറിയാം? നമ്മുടെ ജീവിതത്തിൽ ദൈവം നന്മകൾ തരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്യുന്നത്. വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ ഇതിൽ മാത്രം നിർത്താതെ ഒതുക്കാതെ നമ്മൾ ദൈവത്തെ അവനായിരിക്കുന്ന ആ ഒരു മഹോന്നത പദവിക്കായിട്ട്, അവന്റെ മഹത്വവും അവന്റെ അത്ഭുത പ്രവർത്തികളും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നതിന് എന്ന് പറഞ്ഞാൽ കിട്ടി ബോധിച്ചതിന് സ്തോത്രം പറയുക എന്നതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ഒന്നുമില്ലാതെ എപ്പോഴും എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇപ്പൊ ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ദൈവം നന്മ ചെയ്തു എന്നതുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചത് കൊണ്ട് എല്ലാം ആയി എന്ന് നമ്മൾ ആരും കരുതരുത്. നമ്മുടെ ബൈബിളിൽ കാണുന്ന പല പല മഹത് വ്യക്തികളും അവരെ ഏതൊക്കെ തരത്തിലാണ് ദൈവത്തെ സ്തുതിച്ചത്, പുകഴ്ച കൊടുത്തത് എന്നത് മനസ്സിലാക്കുമ്പോൾ, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ നമ്മൾ പുകഴ്ത്തിയാലും സ്തുതിക്കാലും ഒക്കെ ചെയ്താല് അതിനൊക്കെ എത്രമാത്രം വിലയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനായിട്ട് ഒരുപാട് ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്. തനിക്ക് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും എല്ലാ നഷ്ടങ്ങളുടെയും നടുവില് ഇയ്യോബ് പറഞ്ഞത് യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നതാണ്. നഷ്ടങ്ങളുടെ നടുവിൽ യഹോവയെ പുകഴ്ത്താൻ നമ്മൾക്ക് എത്രമാത്രം കഴിയും? അപ്പൊ ഒരു നഷ്ടവും ഇല്ലാത്ത സമയത്ത്, എല്ലാം ഉള്ള സമയത്ത്, നന്മകളുടെ നടുവിൽ നമ്മൾ എത്രമാത്രം ദൈവത്തെ പുകഴ്ത്തണം. ഇതുപോലെ തന്നെയാണ് ദാവീദ്. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങള്, യാതനകള്, നഷ്ടങ്ങളൊക്കെ അനുഭവിച്ചപ്പോഴും ദാവീദ് സങ്കീർത്തനത്തിൽ ഉടനീളം പറയുന്നത് യഹോവയെ വാഴ്ത്തുക എന്നതാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞ ആളാണ്, എന്നിട്ടും ദാവീദ് പറയണം അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അപ്പൊ ഈ പുകഴ്ചയും മഹത്വവും നമ്മൾക്ക് കിട്ടിയ ഉപകാരങ്ങൾക്ക് മാത്രമായിട്ട് നമ്മൾ കാണിക്കരുത്. യേശുവിൻ്റെ അപ്പോസ്തലന്മാരാണെങ്കിൽ പോലും പലരും ബന്ധനത്തിന്റെ ചങ്ങലയുടെ നടുവിലാണ് യഹോവയെ, ദൈവത്തെ പുകഴ്ത്തുവാനും സ്തുതിക്കുവാനും അവര് തിരഞ്ഞെടുത്തത്. അപ്പോൾ സർവ സ്വാതന്ത്ര്യവും ഉള്ള നമ്മൾ എത്രമാത്രം ദൈവത്തെ പുകഴ്ത്തണം, എത്ര രീതിയിലാണ്, ഏതൊക്കെ തരത്തിലാണ് നമ്മൾ ദൈവത്തെ പുകഴ്ത്തേണ്ടത് എന്നത് ഇവിടെ എടുത്തു പറയുകയാണ്. ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ വരുന്ന ആ ഒരു ചെറിയ ചിന്തയാണ്, ഞാൻ എന്നും ദൈവത്തെ സ്തുതിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ജീവനുള്ളതിന്, രക്ഷിച്ചതിന്, വീഴ്ചയിൽ താങ്ങിയതിന്, നമ്മൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തിയതിന്, അതിനൊക്കെ സ്തോത്രം പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ ദൈവത്തെ പുകഴ്ത്തേണ്ടത് എന്നത് ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കണം. വളരെ നല്ല കാര്യം തന്നെയാണ്, ദൈവം തന്ന ഉപകാരങ്ങൾക്കൊക്കെ നമ്മൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യണം. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് പല മടങ്ങ് അവനായിരിക്കുന്ന ആ ഒരു ദൈവത്വത്തിന്, അവന്റെ നിത്യതയ്ക്ക്, അവന്റെ വിശുദ്ധിക്ക്, അവന്റെ എന്താ പറയാ, ദൈവത്തിന്റെ ശക്തിക്കും, അവന്റെ വലിയ പ്രവൃത്തികൾക്കും പ്രവർത്തനങ്ങൾക്കും, അവൻ ചെയ്തു വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ആ ഒരു കണ്ണ് തുറന്ന് ദൈവത്തെ കണ്ട് സ്തുതിക്കുവാൻ നമ്മൾക്കൊക്കെ കഴിയണം. സ്വർഗം നമ്മളെ പറ്റി സാക്ഷ്യം പറയട്ടെ, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതങ്ങളായിരുന്നു എന്നു. ദൈവത്തെ പുകഴ്ത്താത്ത, വാഴ്ത്താത്ത, അവന്റെ നാമം വായിലെടുക്കാത്ത അന്ധരായ ആൾക്കാരെ പോലെ, ശൂന്യരായ ആൾക്കാരെ പോലെ ആകാതെ ദൈവത്തെ വാഴ്ത്തുന്ന, സ്തുതിക്കുന്ന, പ്രകാശമുള്ള ആൾക്കാരെ പോലെ ആകാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു വചനം മുതൽക്കൂട്ടാകട്ടെ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വചനത്തിൽ കൂടി. ചെറിയതെന്ന് തോന്നുമെങ്കിലും വായിച്ചു വിടുമ്പോൾ നമ്മൾക്ക് ഒരുപക്ഷെ ഹൃദയത്തിൽ തട്ടത്തില്ല എങ്കിലും ഈ ഒരു വചനം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വചനമാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇന്ന് തീരുമാനമെടുക്കുക, ഇന്ന് മുതൽ ഒരു ഒഴിവ് കഴിവും പറയാതെ, ഒരു മാറ്റിവെക്കലും നടത്താതെ, ഓരോ ദിവസവും ജീവിതത്തിലുടനീളം ദിവസത്തിലുടനീളം ദൈവത്തെ പുകഴ്ത്താനും വാഴ്ത്താനും എൻ്റെ ജീവിതം ഞാൻ കൊടുക്കും എന്ന് നമ്മൾ ഓരോരുത്തരും
ഒരു തീരുമാനമെടുക്കാൻ ഈ ഒരു വചനം, ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് സഹായമായി തീർക്കട്ടെ. സോ കം ഫോൾ ഇൻ ലവ് വിത്ത് ജീസസ് ആൻഡ് ഫോൾ ഇൻ ലവ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്.